ഈ അന്ധവിശ്വാസികളായിട്ടുള്ള വിശ്വാസികളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ചെങ്കിലും ചിന്തിക്കുന്ന മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്, ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ സൈക്കോളജിയെക്കുറിച്ച് ബേസിക്കലി ഒരു അവബോധമുള്ള ആളുകളോടാണ് എനിക്ക് കാര്യം പറയാനുള്ളത്. ഏകദേശം ഒരു 90കളിലൊക്കെ ഈ പെന്തക്കോസ്തുകാരെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ പണ്ട് ഇത് ഭയങ്കര കോമൺ ആയിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് ഞാനൊരു ഇപ്പോഴത്തെയും വിശ്വാസിയെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇത് സംസാരിക്കുന്നത്. ഒരു കുട്ടിയുടെ മാനസിക നില, മാനസികാവസ്ഥ, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ ജീവിതകാലത്തേക്ക് നിങ്ങൾ നശിപ്പിക്കുന്ന പ്രോസസ്സിലാണ് ഏർപ്പെടുന്നത്. നിരീശ്വരവാദികൾ പോകാൻ പോകുന്നില്ല, ഹിന്ദുക്കൾ പോകാൻ പോകുന്നില്ല, മുസ്ലിമുകൾ പോകാൻ പോകുന്നില്ല, ഇനി ക്രിസ്ത്യാനികളിൽ തന്നെ എല്ലാ ക്രിസ്ത്യാനികളൊന്നും പോകാൻ പോകുന്നില്ല. പെന്തക്കോസ്തുകാർ പറയുന്നത് നമ്മൾ മാത്രമേ പോകത്തുള്ളൂ. ഈ ഒരു വൃത്തികെട്ട വിശ്വാസത്തിൽ നിന്ന സമയത്ത് എക്സ്ട്രീം പേടിയുടെ മുൾമുനയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. പണ്ടുതൊട്ടേ ഇവരിങ്ങനെ പ്രവചനങ്ങൾ നടത്തി പാളിപ്പോവാറുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരു പൊതുവിൽ കേട്ടിട്ടുള്ളൊരു വേർഡായിരിക്കും ഈ റാപ്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ എക്സാക്ട് മലയാളം ട്രാൻസ്ലേഷൻ ഉത്പ്രാവണം എന്നാണ്. അങ്ങനെ ഉപയോഗിക്കാറുണ്ടോ എന്നെനിക്കറിയില്ല. നമ്മൾ കേട്ട് പരിചയപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോഴത്തേന് വരവിൽ എടുക്കപ്പെടുക, യേശുക്രിസ്തുവിൻ്റെ മധ്യാകാശത്തിലെ വരവ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതെന്ന് പറയുമ്പോഴത്തേന് വലിയ സംഭവമൊന്നുമില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഈ PK സിനിമ അല്ലെങ്കിൽ ഏലിയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമാസിൽ ഈ സ്പേസ് ഷട്ടിൽസ് വരാറുണ്ട്. ആ സ്പേസ് ഷട്ടിൽസ് വന്നിട്ട് നമ്മുടെ ഒരു വാക്യൂം ക്ലീനർ പോലെയുള്ള ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ നോസിൽ വെച്ചിട്ട് ആൾക്കാരെ ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നൊരു സാധനം. ബേസിക്കലി അങ്ങനെ നടക്കും എന്ന് ഈ ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്നത്. എസ്പെഷ്യലി പ്രൊട്ടസ്റ്റൻസിൻ്റെ ഇടയിലും പെന്തക്കോസ്റ്റലിൻ്റെ ഇടയിലുമാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രഘോഷിച്ച് വരുന്നൊരു സംഭവം. ഇതെന്ന് പറയുമ്പോഴത്തേന് അന്തിക്രിസ്തുവിൻ്റെ 7 വർഷത്തെ ഭരണം എന്ന് പറയുന്നൊരു സാധനമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് യേശുക്രിസ്തു മുന്നോടിയാണ്, മധ്യത്തിലാണ്, അതിന് ശേഷമാണ് എന്ന് വാദിക്കുന്ന ടീമുകളുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ 3 തരത്തിലുള്ള ഐഡിയാസ് ഉള്ളത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. സത്യവേദ പുസ്തകത്തിലെ എല്ലാം സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഡൈവേർഷൻസ് വരണം ഇവരുടെ വിശ്വാസങ്ങളിൽ എന്നെനിക്ക് ഒരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ്. എനിവേ, ലെറ്റ്സ് കം ടു ദ പോയിന്റ്. ഇനിയും ക്രിസ്ത്യാനികളായിട്ടല്ലാത്തവർ ഇതിനെക്കുറിച്ച് കേൾക്കാൻ സാധ്യതയുള്ളത് ഈ ഒരു പെന്തക്കോസ്തുകാരുടെ ഏതെങ്കിലും ഒരു മരണ ശുശ്രൂഷ, ഫ്യൂണറൽ ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കും. അപ്പോൾ ഇവർ ഒരു ഡെഡ് ബോഡിയെ മുന്നിൽ എടുത്തു വെച്ചിട്ട് ഇവരുടെ മതപ്രസംഗം നടത്താറുണ്ട്. അവിടെയും ഏതൊരു സ്റ്റേജ് ഇവർ വിട്ടുകൊടുക്കാറില്ല. അപ്പോൾ അവിടെ പ്രത്യേകമായും 2 ചാപ്റ്റേഴ്സ് അവർ വായിക്കാതെ വിടാറേയില്ല. 1 തെസ്സലോനിക്കർ 4:16-17. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. പിന്നെ രണ്ടാമത്തേത് 1 കൊരിന്ത്യർ 15:51-57 വരെ. ഞാൻ ഒരു മർമ്മം നിങ്ങളോട് പറയാം. നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല. എന്നാൽ അന്ത്യകാഹളനാദത്തിങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷരായി ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി. അപ്പോൾ ഈ കുറച്ച് ചാപ്റ്റേഴ്സിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇവർ ഈ ഒരു റാപ്ചർ എന്ന് പറഞ്ഞൊരു ഐഡിയ രൂപപ്പെടുത്തിയെടുത്തത്. അപ്പം ഈ റാപ്ചർ എന്ന് പറയുമ്പോഴത്തേന് യേശു ഇങ്ങനെ മധ്യാകാശത്ത് ഭൂമിയിലേക്ക് വരത്തില്ല, ആരും കാണാതെ അങ്ങനെ പാത്ത് നിന്നിട്ട് ഇങ്ങനെ സ്ട്രോ വെച്ചിട്ട് ഊതി ഇങ്ങനെ ഓരോരുത്തരെ നല്ലവരായിട്ട് ഇങ്ങനെ പൊക്കിയെടുത്തുകൊണ്ട് പോകുന്നൊരു പരിപാടിയാണ്. നമ്മളെപ്പോലുള്ളവർ ഏതായാലും പോകാൻ പോകുന്നില്ല, നിരീശ്വരവാദികൾ പോകാൻ പോകുന്നില്ല, ഹിന്ദുക്കൾ പോകാൻ പോകുന്നില്ല, മുസ്ലിമുകൾ പോകാൻ പോകുന്നില്ല, ഇനി ക്രിസ്ത്യാനികളിൽ തന്നെ എല്ലാ ക്രിസ്ത്യാനികളൊന്നും പോകാൻ പോകുന്നില്ല. പെന്തക്കോസ്തുകാർ പറയുന്നത് നമ്മൾ മാത്രമേ പോകത്തുള്ളൂ. ഈ ഒരു ടോപ്പിക്ക് എനിക്ക് സംസാരിക്കാൻ തീരെ താല്പര്യമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് വർഷങ്ങളായിട്ട് കേട്ട് ആൾക്കാർ തന്നെ മടുത്തതാണ്. ഏകദേശം ഒരു 90കളിലൊക്കെ ഈ പെന്തക്കോസ്തുകാരെ കൊണ്ട് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയായിരുന്നു. ഒരു കാറും എടുത്ത് മൈക്കും വെച്ച് കിട്ടിയിട്ട് യേശുക്രിസ്തു ഇപ്പോൾ വരും, ലോകം അവസാനിക്കുക, എല്ലാവരും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് നടന്നൊരു സമയമുണ്ടായിരുന്നു. അതുമാത്രമല്ല, അതിന് മുമ്പ് തൊട്ട് വേൾഡ് വാർ 1 സമയത്ത് പറയുന്നുണ്ടായിരുന്നു, 2 സമയത്ത് പറയുന്നുണ്ടായിരുന്നു, പിന്നെ സുനാമി വരുമ്പോഴേ അല്ലെങ്കിൽ ഭൂചലനം ഉണ്ടാകുമ്പോഴേ എന്ന് വേണ്ട, കോമണായിട്ട് അല്ലാതെ എന്ത് സംഭവിച്ചാലും അതിൻ്റെ ഒരു അടുത്ത 2-3 മാസം ഇവരുടെ ഒരു പ്രസംഗം എന്ന് പറയുന്നത് യേശുക്രിസ്തു ഇപ്പോൾ വരും, നക്കിയെടുത്തുകൊണ്ട് പോകും എന്നാണ്. പക്ഷേ ഞാനിതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേന് ഞാൻ റീസെൻ്റ്ലി ഒരു വ്യക്തിയായിട്ട് നടത്തിയ ഒരു ഫോൺ സംഭാഷണത്തിൽ നിന്നാണ്. ഞങ്ങൾ പല കാര്യങ്ങൾ സംസാരിച്ച കൂട്ടത്തിൽ പണ്ട് വിശ്വസിച്ചിരുന്ന മണ്ടൻ വിശ്വാസങ്ങളെയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കോമഡിയായിട്ടാണ് എടുക്കുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ഭാഗവും കയറി വന്നു. കാരണം ഒരു സൗത്ത് ആഫ്രിക്കൻ പാസ്റ്ററിൻ്റെ റീസെൻ്റ് ഒരു പ്രവചനം ഉണ്ടായിരുന്നു. സെപ്റ്റംബർ 23-24 തീയതികൾക്കുള്ളിൽ യേശുക്രിസ്തു വരും, എല്ലാവരെയും എടുത്തുകൊണ്ട് പോകും എന്നൊരു പുതിയ പ്രവചനം. പണ്ടുതൊട്ടേ ഇവരിങ്ങനെ പ്രവചനങ്ങൾ നടത്തി പാളിപ്പോവാറുണ്ട്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. എന്തായാലും എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഞാനിത് 23-ാം തീയതി, ഇന്ന് 23-ാം തീയതിയാണിത് ഷൂട്ട് ചെയ്യുന്നത്. നാളെയാണ് ഞാനിത് എഡിറ്റ് ചെയ്തതിന് ശേഷം പബ്ലിഷ് ചെയ്യാൻ പോകുന്നത്. ഇത് ചിലപ്പോൾ നിങ്ങളിത് 100-120 വർഷത്തിന് ശേഷം മലയാള ഭാഷ നിലനിൽക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ, യൂട്യൂബിൽ അവർ ഈ ഒരു വീഡിയോ കളഞ്ഞിട്ടില്ലെങ്കിൽ ഞാനന്ന് കാണത്തില്ല. നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ലോകം അവസാനിച്ചിട്ടില്ല എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ യേശുക്രിസ്തു വന്നിട്ടില്ല എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല.
ഞാൻ പൂർണ്ണ ധൈര്യത്തോടെ പറയുന്നു, അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, കെട്ടുകഥയാണ്, വെറും കെട്ടുകഥ. അപ്പം ഞങ്ങൾ സംസാരിച്ചപ്പോഴത്തേനും ഭയങ്കര കോമഡി ആയിട്ടാണ് ഈ സാധനത്തെക്കുറിച്ച് പറഞ്ഞത്. അയ്യേ, അന്ന് എന്തൊരു മണ്ടന്മാരായിരുന്നു നമ്മൾ, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇപ്പോൾ വരും, ഇപ്പോൾ പറന്നു പോകുമെന്നൊക്കെ. പക്ഷേ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്പീരിയൻസ് കുറേ കൂടെ ഷെയർ ചെയ്തപ്പോഴാണ് ഒരു കുട്ടി എന്ന നിലയിൽ അത് എത്ര ട്രോമ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞാൻ തീരുമാനിക്കുന്നത് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. കാരണം ഇപ്പോഴും കുട്ടികൾ ഈ സൺഡേ സ്കൂളിൽ പോയിട്ട് ഇമാതിരി പേടിപ്പിക്കുന്ന കഥകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ആദ്യം ഞാൻ പറയാം. ഞാൻ ഈ സൺഡേ സ്കൂളിലാണ് ഈ സാധനത്തെക്കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഈ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നത് എങ്ങും പോയി ടീച്ചിങ് കോഴ്സ് പഠിച്ചതോ അല്ലെങ്കിൽ ചൈൽഡ് സൈക്കോളജി അറിയാവുന്നതോ കുട്ടികളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാവുന്നവരോ ഒന്നുമല്ല. അവർ വിചാരിക്കുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ പിന്നെ നല്ല പിള്ളകളായിട്ട് നല്ല വിശ്വാസികളായിട്ട് ആജീവനാന്ത കാലം ഇതിനകത്ത് നിൽക്കുമെന്നാണ്. അപ്പോൾ ഈ കൊച്ചിലെ ഇവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് യേശുക്രിസ്തു വരും, നിങ്ങളുടെ പേരൻസും കാര്യങ്ങളും എല്ലാം എടുക്കപ്പെടും, നിങ്ങൾ ഒറ്റപ്പെട്ടു. എന്നിട്ട് എക്സാമ്പിളൊക്കെ പറയും, നിങ്ങൾ ചിലപ്പോൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിയിലായിരിക്കും, നിങ്ങൾ വരുന്ന വഴിയിൽ ആരെയും കാണത്തില്ല, വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് പപ്പ മമ്മി സഹോദരങ്ങളെല്ലാം എടുക്കപ്പെടും, നിങ്ങൾ എടുക്കപ്പെടാത്തവരായിട്ട് ഇവിടെ ഇങ്ങനെ ജീവിക്കും, എന്നിട്ട് അന്തിക്രിസ്തു വരും, അന്തിക്രിസ്തുവിൻ്റെ വാളിനിരയാകും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഓഫറുണ്ട്, ഈ അന്തിക്രിസ്തു വരുമ്പോഴത്തേനും വാളിനിരയായി കഴിഞ്ഞാൽ പുള്ളിയുടെ ഒരു മുദ്രയേക്കാതിരുന്നു കഴിഞ്ഞാൽ പുള്ളി അന്നേരത്തേനും തട്ടിക്കളയും. അങ്ങനെ തട്ടിക്കളഞ്ഞ് രക്തസാക്ഷിയാവുകയാണെങ്കിൽ പുള്ളി പിന്നെ ഈ ആകാശത്ത് മാത്രം നിൽക്കാതെ താഴേക്ക് വരുന്ന ഒരു ടൈമുണ്ട്, ആ ടൈമിൽ നിങ്ങളെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ ഒരു ഓഫറുണ്ട് ഏതായാലും. അതുമാത്രമല്ലാതെ ഈ പാസ്റ്റർമാരുടെ പ്രസംഗം, വെളിപ്പാട് പ്രസംഗിക്കുന്ന പാസ്റ്റർമാരുണ്ട്, കൺവെൻഷനുകളിൽ ഒരു ദിവസം വെളിപ്പാട് മാത്രം പ്രസംഗിക്കുന്ന പരിപാടിയുണ്ട്. അതല്ലാതെ ഒരു വർഷത്തിൻ്റെ അവസാനം എത്തുമ്പോൾ, പണ്ട് ഇത് ഭയങ്കര കോമൺ ആയിരുന്നു, ഇപ്പോഴും ഉണ്ട് എന്ന് ഞാനൊരു ഇപ്പോഴത്തെയും വിശ്വാസിയെ വിളിച്ച് കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇത് സംസാരിക്കുന്നത്. ഈ ഒരു വർഷാവസാനം ഒക്കെ അടുക്കാറാകുമ്പോഴത്തേനാണ് കൂടുതലും ഈ ഒരു പ്രതിഭാസം കണ്ടുവരാറ്. ഈ ചർച്ചുകളിൽ നമ്മൾ ഫേസ് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിൽ മുകളിലായിട്ട് വലിയൊരു ഫ്ലെക്സ് ഒട്ടിക്കും. അതിലിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ ഒരു വാറ് വരുന്നു, വാറിന് ശേഷം യേശുക്രിസ്തു വന്ന് എല്ലാവരും എടുത്തുകൊണ്ട് പോകുന്നു, അന്തിക്രിസ്തു വരുന്നു, സമാഗമന കൂടാരം, അങ്ങനെ കുറേ കാര്യങ്ങൾ, അതിനുശേഷം വാൾനിരയാകുന്നു, നരകം, ഇങ്ങനെയുള്ള സാധനമെല്ലാം വെളിപ്പാടിങ്ങനെ പ്രസംഗിച്ച് ലേസറൊക്കെ അടിച്ച് കാണിച്ച് ഓരോ പിക്ചറിൽ കണ്ടോ അത് കണ്ടോ അതിങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പിക്ചർ കാണിച്ചിട്ട് പിക്ചറൈസേഷനിലൂടെ നമ്മളെ ഇത് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഒരു കുട്ടി എന്ന നിലയിൽ വേണം ഒന്ന് മനസ്സിലാക്കാൻ. ഒരു കുട്ടിയുടെ മാനസിക നില എങ്ങനെ ആയിരിക്കും, ഈ പറയുന്ന കാര്യങ്ങൾ ഒരു കുട്ടി കേൾക്കുമ്പോൾ അയാൾ എങ്ങനെ അതിനെ പ്രിസീവ് ചെയ്യും എന്ന നിലയിൽ വേണം ഒന്ന് മനസ്സിലാക്കാനായിട്ട്. ഈ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് എന്ന് പറയുന്നവർ പ്രത്യേകിച്ച് ഒന്നിനെക്കുറിച്ചും പഠിച്ചിട്ടുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞു വിട്ടു. അവരെന്നിട്ട് ഇമാതിരി പേടിപ്പിക്കുന്ന കാര്യങ്ങൾ പറയും. നിങ്ങളൊരു മുട്ടുസൂചി അന്യൻ്റെത് എടുത്താലോ അല്ലെങ്കിൽ പഞ്ചസാര കട്ട് തിന്നാലോ, അത്രയും കോമഡി ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയും ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെ നിങ്ങളെ ആ ഒരു വരവിൽ എടുക്കപ്പെടത്തില്ല, നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു പോകും. പിന്നെ ഈ വെളിപ്പാടിൻ്റെ പ്രസംഗങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പല രാത്രികളിലും ഉറക്കം വരാറ് പോലുമില്ല ഇതൊക്കെ കേൾക്കുന്ന രാത്രികളിൽ. അതിനുശേഷം ഇതൊക്കെ സ്വപ്നം കണ്ട് പേടിച്ച് എണ്ണിക്കുന്ന അവസരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എക്സ്ട്രീം പേടിയില്ല, പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു വൃത്തികെട്ട വിശ്വാസത്തിൽ നിന്ന സമയത്ത് എക്സ്ട്രീം പേടിയുടെ മുൾമുനയിലായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത്. ഓരോ നിമിഷവും ഇത് ചെയ്താൽ ഞാൻ എടുക്കപ്പെടത്തില്ലേ, അത് ചെയ്താൽ എടുക്കപ്പെടത്തില്ലേ, അത് ചെയ്താൽ നരകത്തിൽ പോവോ, ഇത് ചെയ്താൽ നരകത്തിൽ പോവോ, എങ്ങനെ സ്വർഗത്തിൽ പോവോ എന്ന് വേണ്ട പേടിയുടെ മുൾമുനയിൽ. ഇനിയും പറയാൻ പോകുന്ന ആ രണ്ടാമത്തെ വ്യക്തിയുടെ, ഞാൻ സംസാരിച്ച വ്യക്തിയുടെ എക്സ്പീരിയൻസ് ആണ്. പുള്ളി കുട്ടിയായിരുന്നപ്പോൾ സ്കൂളിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്ത് ബസ്സിലാണ് പോവുകയും വരികയും ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ദിവസം പുള്ളിക്ക് ബസ് മിസ്സായി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്താൻ കുറേ ലേറ്റായി. അങ്ങനെ പുള്ളിയെ കാണാത്തത് കൊണ്ട് വീട്ടുകാർ പുള്ളിയെ തപ്പി അവിടെ ഇവിടെയായിട്ട് ഇറങ്ങി. പുള്ളി വീട്ടിൽ ചെന്നപ്പോഴത്തേന് ലേറ്റായി, വീട്ടിലാരെയും കാണുന്നില്ല, ലൈറ്റ് എല്ലാ സംഭവങ്ങളും അവിടെ വർക്കാകുന്നുണ്ട്, പക്ഷേ വീട്ടുകാരെ കാണുന്നില്ല. പേടിച്ചിട്ട് മുട്ടയിൽ നിന്ന് യേശുവെ എന്നെ കൂടെ എടുക്കണേ, യേശു അപ്പച്ച എന്നെ ഉപേക്ഷിച്ചിട്ട് പോവല്ലേ എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു കുട്ടി അങ്ങനെ വന്നിട്ട് ഇത്രയും പേടിച്ച് എന്നെ വിട്ടിട്ട് എല്ലാവരും പോയി, എന്നെ എടുക്കപ്പെട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരവസ്ഥ. നമ്മൾ ഈ ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് മാത്രമേ ഇവർക്ക് എന്തെങ്കിലും ഒരു ബോധമുള്ളൂ. നമുക്കിപ്പോൾ ഒരു എന്തെങ്കിലും സാധനം ലിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 30 കിലോയോളം എനിക്ക് മാക്സിമം ചിലപ്പം ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും, അല്ലെങ്കിൽ അതിന് അപ്പുറത്തേക്ക് എനിക്ക് പറ്റത്തില്ല. അതെൻ്റെ മാക്സിമം ബ്രേക്കിംഗ് പോയിൻ്റാണ് ഒരു 30-31 എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് സാധിക്കത്തില്ല, അല്ലെങ്കിൽ മാക്സിമം കഷ്ടപ്പെട്ടാൽ പറ്റുമായിരിക്കും. ഈ ഫിസിക്കൽ ഹെൽത്തിൽ മാത്രമല്ലാതെ മെൻ്റൽ ഹെൽത്തിലും സെയിം സാധനമുണ്ട്, ഒരു ബ്രേക്കിംഗ് പോയിൻ്റ് അവിടെയും ഉണ്ട്. ഈ സ്ട്രെസ്സ്, എത്രത്തോളം ആങ്സൈറ്റി കാര്യങ്ങൾ അവർക്ക് എടുക്കാം എന്നതിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ലെവൽ പലരിലും വ്യത്യസ്തപ്പെട്ടിരിക്കും. പ്രത്യേകിച്ച് കുട്ടികളിൽ അത് അഡൽട്ട്സിനേക്കാൾ വളരെ കുറവായിരിക്കും. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും പേടിപ്പിക്കുന്ന കഥകളും കാര്യങ്ങളും അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് അവർക്ക് ഏറ്റവും വിശ്വാസമുള്ളവരാണ്. അപ്പോൾ അവരെ സംശയിക്കേണ്ട കാര്യമില്ല.
അങ്ങനെ പറഞ്ഞ് വിശ്വസിച്ച് പേടിപ്പിച്ച് ജീവിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു കുട്ടിയുടെ മാനസിക നില, മാനസികാവസ്ഥ, മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചൊന്നും യാതൊരു ബോധവും ഇല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു വ്യക്തിയെ ജീവിതകാലത്തേക്ക് നിങ്ങൾ നശിപ്പിക്കുന്ന പ്രോസസ്സിലാണ് ഏർപ്പെടുന്നത്. ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞത്, പുള്ളിക്കിപ്പോൾ 30 മേളിൽ വയസ്സുണ്ട്. പുള്ളി പറയുന്നത് ഈ നരകം എന്ന് പറയുന്ന ഒരു സാധനം, പുള്ളി ഇപ്പോൾ ഒരു അഗ്നോസ്റ്റാണ്, എത്തീസ്റ്റ് അല്ല, അഗ്നോസ്റ്റാണ്. ദൈവം എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സണൽ ഗോഡല്ല എന്ന് പുള്ളിക്ക് ഉറപ്പുണ്ട്. പക്ഷെ അതിന് പുറത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. ആ ഒരു നിലയിലാണ് പുള്ളി പറയുന്നത്. ആ ഒരു നിലയിൽ ഇരിക്കെ തന്നെ ഇപ്പോഴും ഞാൻ ഈ നരകം എന്ന് പറയുന്നൊരു കാര്യം സ്വപ്നം കാണാറുണ്ട്, പേടിച്ചെണ്ണിക്കാറുണ്ട്. എന്നെ ഇപ്പോഴും അത് ടോർച്ചർ ചെയ്യാറുണ്ട്. ട്രോമ എന്ന് പറയുന്നൊരു വേർഡിനെ എല്ലാവരും ഇപ്പോൾ എടുത്ത് അനാവശ്യമായി യൂസ് ചെയ്ത് കോമഡി ആക്കിയിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ട്രോമ ഈസ് റിയലി റിയൽ. എനിക്ക് തന്നെ ഇങ്ങനെയുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളും വിശ്വാസങ്ങളിൽ നിന്നൊക്കെ പുറത്തു വരാനായിട്ട് ഒത്തിരി ടൈം. അതൊരു ഒറ്റ മൊമെൻ്റ് കൊണ്ടുണ്ടാകുന്ന ഒരു പ്രോസസ്സല്ല, അത് ഒത്തിരി ടൈം എടുത്ത് പുറത്തു വരുന്നതാണ്. ഈ അന്ധവിശ്വാസികളായിട്ടുള്ള വിശ്വാസികളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ലെന്ന് എനിക്കറിയാം. പക്ഷേ കുറച്ചെങ്കിലും ചിന്തിക്കുന്ന മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച്, ചൈൽഡ് സൈക്കോളജിയെക്കുറിച്ച് അല്ലെങ്കിൽ സൈക്കോളജിയെക്കുറിച്ച് ബേസിക്കലി ഒരു അവബോധമുള്ള ആളുകളോടാണ് എനിക്ക് കാര്യം പറയാനുള്ളതല്ല, ഒരു റിക്വസ്റ്റാണ്. കഴിയുമെങ്കിൽ ഈ സൺഡേ സ്കൂൾ പോലെയുള്ള പരിപാടികളിൽ നിങ്ങളുടെ മക്കളെ വിടാതിരിക്കുക. ഇനിയും വിടുന്നുണ്ടെങ്കിൽ ആരാണ് അവരെ പഠിപ്പിക്കുന്നത്, എന്താണ് പഠിപ്പിക്കുന്നത്, എത്രത്തോളം എക്സ്ട്രീമായിട്ടുള്ള ഐഡിയാസാണ് പഠിപ്പിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു കണ്ണ് വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയെ ലൈഫ് ലോങ് ടോർച്ചർ ചെയ്യുന്ന ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ അവരിലേക്ക് അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊരു കാര്യം നിങ്ങളോട് കൺവേ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ടോപ്പിക്കിൽ എനിക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടും അതിനെക്കുറിച്ച് സംസാരിച്ചത്. എനിവേ, പല ആൾക്കാർക്കും ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അത് പലരും കാണുമ്പോഴും അത് വായിക്കുമ്പോഴും അതൊരു റിയാലിറ്റി ആണെന്ന് മനസ്സിലാകുമ്പോഴും പലർക്കും ഇതിനെക്കുറിച്ചൊരു അവബോധം കാര്യങ്ങൾ വരും. അത് ഇനിയുള്ള കുട്ടികളിലെങ്കിലും ഇത്രയും ഒരു ഡിഫക്റ്റ് ഇല്ലാതാക്കാൻ അത് വലിയ രീതിയിൽ സഹായിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. തക്കുടു നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ.